ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്കൊരു 6 മണിക്കൂർ കുതിർത്തെടുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് കുതിർത്തെടുക്കണം. അങ്ങനെ കുതിർത്തെടുത്തിട്ടുള്ള അരിയാണിത്. ഇതുപോലെ തന്നെ ഉഴുന്നും കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി 1/2 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് നന്നായി കഴുകിയെടുത്ത് വൃത്തിയാക്കി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനു വേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല. ഇനി അതേ ജാറിലോട്ട് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കുതിർത്തിയെടുത്തിട്ടുള്ള അതേ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉഴുന്നിലധികം വെള്ളമില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചു കൊടുക്കാം. അതുപോലെ ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം മാവിനുണ്ടായിരിക്കേണ്ടത്. ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് ഒരുപാടങ്ങ് തിക്കായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഒരു 8 to 10 മണിക്കൂർ വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് മൂടി വെക്കണം. ഇതുപോലെ അല്പം തുറന്നിട്ട് വേണം മൂടി വെക്കാനായിട്ട്. 8 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്രിസ്പി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം. ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ദോശ ചുട്ടെടുക്കാനായിട്ട് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു തവി മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കി മാവും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കാണുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.